ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാട്ടിലാണ് കേട്ടോ. എൻ്റെ നാട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വയലൊക്കെ ഉണ്ട്. അപ്പോൾ ആ വയലിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഇവിടെ നെല്ലൊക്കെ എന്താ പറയുക കൊയ്തിട്ടുണ്ട്. നെല്ല് കൊയ്തിട്ട് ഉള്ള ഒരു എന്താ പറയുക നെല്ല് കൊയ്ത് എടുത്ത ആ സമയമാണിപ്പോൾ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നെല്ല്, ഇത് പതിരാണല്ലേ. പതിര് എന്ന് പറഞ്ഞാൽ നെല്ലൊക്കെ ഇതൊന്ന് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന വേസ്റ്റാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ വില്ലേജ്. പിന്നെ ഇതാ അപ്പുറത്തെ സൈഡിലൊക്കെ ഒരുപാട് പക്ഷികളുണ്ട്. കൊച്ചികളും പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയുള്ള നെല്ലൊക്കെ കൊയ്തെടുത്തതിന് ശേഷം ബാക്കി വരുന്ന വൈക്കോലൊക്കെ ഇങ്ങനെ റൗണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ പാടം മുഴുവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നെല്ല് എന്താ പറയുക, നെല്ല് മെതിച്ചിട്ട് ലാസ്റ്റ് കിട്ടുന്ന സംഭവമാണത്. കറ്റാന്നാണ് കേട്ടോ അതിന് പറയുക. അപ്പം നമ്മൾ ഈ പാടത്തിൻ്റെ വരമ്പിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. കാറ്റും കൊണ്ട് ഇതിലൂടെ നടക്കാൻ നല്ല രസമാണ്. ഇതുപോലുള്ള ഒരുപാട് ഷെല്ല് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ജീവനുള്ളതും ജീവനില്ലാത്തതും ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ ഇതുപോലെ തന്നെ ഈ വരമ്പിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അതിങ്ങനെ ആ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ നല്ല രസമാണ്. പാടത്ത് പണിയെടുക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയിട്ടുണ്ട്. ഈ പാടത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് മയിലുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാം അങ്ങനെ ഓടിപ്പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ നാട്ടിലിങ്ങനെ നെൽകൃഷി ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ ഒരു പാടത്ത് ഓരോ സ്റ്റേജുകളായിട്ട് നെല്ലിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം ഫസ്റ്റ് ടൈം വരുന്ന സമയത്ത് ഇതിങ്ങനെ നെല്ലിങ്ങനെ വിതയ്ക്കുന്ന സമയത്തായിരിക്കും നമ്മൾ വരിക. പിന്നെ കുറച്ചും കൂടി ടൈം കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു വിതച്ച നെല്ലൊക്കെ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ ഈ വയലിൽ വന്നാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഫുൾ പച്ചപ്പ് നിറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ അതിന് ശേഷം ഇതിങ്ങനെ ഈ ഒരു പച്ച പുല്ലൊക്കെ ഇങ്ങനെ ഒരു യെല്ലോ കളറായി മാറും കേട്ടോ. അപ്പം നമ്മൾ ഈ നെല്ലിങ്ങനെ അതിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പിന്നെ അങ്ങനെ ഫുള്ളൊരു ഗോൾഡൻ കളറാകുമ്പോഴേക്ക് നെല്ലൊക്കെ വിളഞ്ഞിട്ടുണ്ടാവും. പിന്നെ അത് കൊയ്തെടുക്കുന്ന ഒരു സമയമാണ്. അതിന് ശേഷം നെല്ലൊക്കെ കൊയ്തെടുത്തതിന് ശേഷം നെല്ലും വൈക്കോലും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സമയം വരും. അതിനുശേഷം പിന്നെ നെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ അരി സെപ്പറേറ്റ് ആക്കി എടുക്കും. അപ്പം നമ്മുടെ നെല്ലിൻ്റെ ചെറിയൊരു സ്റ്റോറിയാണ് കേട്ടോ അപ്പം നമ്മൾ കേട്ടത്. അപ്പോൾ ഇനി നമ്മളിതാ പാടത്തിൻ്റെ ഒരു സൈഡിൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളൊരു കുളം ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ പണ്ടൊക്കെ വന്നിരുന്നൊരു കുളമാണ്. ഞാൻ മുന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മൾ ഈ കുളത്തിൽ സ്ഥിരം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കുളിക്കാനും അലക്കാനും ഒക്കെ വേണ്ടിയിട്ട്. പണ്ടൊക്കെ ഇവിടെ വരികയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ, കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരും. പിന്നെ ഇപ്പോഴാണെങ്കിൽ കുറച്ച് പേരെ ഇവിടെ കാണാറുള്ളൂ. അങ്ങനെ നമ്മൾ കുളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് മീനുണ്ട്. ഞാൻ ജസ്റ്റ് എൻ്റെ കാലൊന്ന് നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അത് ഒരുപാട് മീനുകൾ എൻ്റെ കാലിന് ചുറ്റും ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫിഷൊക്കെ എൻ്റെ കാല് ഭയങ്കര സ്പാ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഞാൻ പണ്ട് നീന്തലൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മേൻ്റെ വീട് ചെർപ്പളശ്ശേരി അടുത്താണ്. അപ്പോൾ അവിടെ ഒരു തൂതപ്പുഴ എന്ന് പറഞ്ഞിട്ടൊരു പുഴയുണ്ട്. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ആ ഒരു പുഴയിൽ നീന്തലൊക്കെ പഠിച്ചതുകൊണ്ട് എനിക്ക് എന്താ പറയുക കുളത്തിലും പുഴയിലൊന്നും ഇറങ്ങാനും അങ്ങനെ പേടിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ധൈര്യമായിട്ട് കുളത്തിൽ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫിഷ് സ്പാ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മീനുകളും ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ജസ്റ്റ് ആ ഒരു സ്റ്റെപ്പിൽ മാത്രം നിൽക്കുകയാണ്. മൊത്തമായിട്ട് ഇറങ്ങുന്നൊന്നുമില്ല. കുറച്ച് നേരം അവിടെ ഇരിക്കാൻ നല്ല രസമായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു. പിന്നെ നമ്മളെ പാടത്ത് വന്നുകൊണ്ട് നമ്മൾ ഈ ഒരു കുളത്തിലേക്ക് വന്നതാണ്. നല്ല രസമാണ്. ഇങ്ങനെ ഈ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ നല്ല രസമാണ് കേട്ടോ. നല്ല തണുപ്പും ചെറിയൊരു വെയിലും ഒക്കെയാണ്. ഇപ്പോൾ ഏകദേശം ഒരു ഈവനിങ് 4 മണി ആയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ തിരിച്ചു പോകാനേ തോന്നുന്നില്ല കേട്ടോ. നല്ല രസമാണ്. നമ്മുടെ ഈ ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു എന്താ പറയുക കാഴ്ച വേറെ ഇല്ല. അത്രയ്ക്കും നല്ല മനോഹരമായിട്ടുള്ളൊരു ഗ്രാമമാണ് നമ്മുടെ.
അങ്ങനെ ഞാൻ കുറേ നേരം വെള്ളത്തിൽ കളിച്ചുകൊണ്ട് നിന്നു കേട്ടോ. ലാസ്റ്റ് ഞാനിതാ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലുള്ള കാഴ്ചകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് കാണാം. ടാറ്റാ, ബൈ ബൈ.